ആദ്യം ശ്രീ ആനന്ദ് കൊച്ചുകുടി ഇപ്പോൾ പ്ലാൻ 63യെ കുറിച്ചാണ് ചർച്ച നടക്കുന്നത്. രാഷ്ട്രീയകാര്യ സമിതിയിൽ വി.ഡി. സതീശൻ മുന്നോട്ട് വെച്ച കാര്യമാണിത്. 2026 കോൺഗ്രസിന് മാത്രം 63 സീറ്റുകളിൽ വിജയ സാധ്യതയുണ്ട് എന്നുള്ളത്. കഴിഞ്ഞ തവണ ജയിച്ച 21 പ്ലസ് 42 സീറ്റുകൾ കൂടി. അതുകൊണ്ട് ഒത്തുപിടിച്ചാൽ ജയിക്കുമെന്നാണല്ലോ അദ്ദേഹം ഉദ്ദേശിച്ചത്. പക്ഷേ ഇത് രാഷ്ട്രീയകാര്യ സമിതിയിൽ ഉന്നയിച്ചപ്പോൾ തന്നെ ഇതെവിടെ നിന്ന് കിട്ടിയ കണക്കാണ് എന്ന രീതിയിൽ എന്തുകൊണ്ട് പാർട്ടിയിൽ ഒരു എതിരഭിപ്രായം ഉയർന്നു വരണം? പാർട്ടിയുടെ സാധ്യതകളല്ലേ അദ്ദേഹം ചൂണ്ടിക്കാണിച്ചത്. പക്ഷെ എന്തുകൊണ്ട് ആ എതിർപ്പ്? അത് വളരെ സിമ്പിളാണ് മഞ്ജുഷ്. അതായത് ഈ 63 സീറ്റുകൾ എന്ന് സതീശൻ പറയുമ്പോൾ ഇപ്പോൾ ഉള്ള 21 MLA മാർ കൂടാതെ മറ്റ് സീറ്റുകളിൽ സതീശന്റെ തന്നെ ആൾക്കാരെ പ്രൊമോട്ട് ചെയ്യാനുള്ള അല്ലെങ്കിൽ സതീശന്റെ നോമിനികളെ വെക്കാനുള്ള അല്ലെങ്കിൽ അത് പേരുകൾ സതീശൻ പ്രഖ്യാപിക്കുന്ന രീതിയിൽ അല്ലെങ്കിൽ മുന്നോട്ട് വയ്ക്കുന്ന രീതിയിൽ വരുമ്പോൾ ഈ ഗ്രൂപ്പുകളൊക്കെ മാറുന്നത് കോൺഗ്രസിൽ ഇങ്ങനെയൊക്കെയാണ്. ഇങ്ങനെയുള്ള സന്ദർഭങ്ങളിലൊക്കെയാണ് ആൾക്കാർ ഗ്രൂപ്പ് മാറുന്നത്. ഇപ്പോൾ ഓരോ ഘട്ടത്തിലും ഗ്രൂപ്പ് മാറുന്നത് ചെറിയ ചെറിയ കാര്യങ്ങളുടെ അടിസ്ഥാനത്തിലാണ്. അപ്പോൾ അങ്ങനെ ഇപ്പോൾ സതീശൻ 63 സീറ്റുകൾ പറയുമ്പോൾ ബാക്കി ഒരു 30 സീറ്റുകൾ ഉണ്ടാകും. ആ 30 സീറ്റുകൾ താരതമ്യേന ജയസാധ്യത കുറഞ്ഞ സീറ്റുകളായിരിക്കും. അപ്പോൾ മറ്റ് മുഖ്യമന്ത്രി സ്ഥാനാർത്ഥികൾ, അതിപ്പോൾ രമേശ് ചെന്നിത്തലയാകാം, വേണുഗോപാലാകാം, അവരുടെ ശിങ്കിടികളാകാം, അവർക്കെല്ലാം അതിൽ എതിർപ്പുണ്ടാകുന്നത് സ്വാഭാവികം. പക്ഷെ ഇവിടെ ഇതിന്റെ എല്ലാം പ്രഥമ കാരണം മനസ്സിലാകാത്ത കാര്യം മറ്റൊരു കാര്യം ശ്രീ ആനന്ദ് കൊച്ചുകൂടി, ഇത് പാർട്ടിയുടെ സാധ്യതകളല്ലേ അദ്ദേഹം പറഞ്ഞത്. പാർട്ടിയുടെ സാധ്യതകൾ പറയുമ്പോൾ ഇപ്പോഴത്തെ ഒരു ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഭരണത്തിലേക്ക് വരണം എന്നുള്ളതാണല്ലോ. ഈ 63 സീറ്റുകൾ കിട്ടുമെന്ന് പറയുമ്പോൾ 63 കിട്ടും പൂർണ്ണമായിട്ടും ഉറപ്പായ ഒരു കാര്യമല്ല. അതിനുവേണ്ടി പ്രയത്നിക്കണം എന്നുള്ളതാണ്. അപ്പോൾ അതിനെ അനുകൂലിക്കുകയല്ലേ ഒരു മുതിർന്ന നേതാവ്, അനുഭവ സമ്പത്തുള്ള ഒരു നേതാവ് ഇത് പറയുമ്പോൾ അതിനെ അനുകൂലിക്കാതിരിക്കുന്നത്? സതീശൻ ഇത് വെച്ചുകൊണ്ട് എന്തോ മുതലെടുപ്പ് നടത്തും, അങ്ങനെ മുഖ്യമന്ത്രി പദമാണ് സതീശൻ ലക്ഷ്യമിട്ടിരിക്കുന്നത്, അത് നേടിയെടുക്കുവാനുള്ള ശ്രമം നടത്തും, തന്റെ നോമിനിയെ അവിടെ പ്രതിഷ്ഠിക്കും, ഈ പറയുന്ന സീറ്റുകളിൽ പ്രതിഷ്ഠിക്കും എന്ന രീതിയിലാണോ ഇതിനെ കാണേണ്ടത്? എതിർപക്ഷം എന്ന് പറയുന്ന ഈ പറയുന്ന സുധാകരൻ പക്ഷവും അതുപോലെ തന്നെ രമേശ് ചെന്നിത്തലയൊക്കെ കാണേണ്ടത് ആ രീതിയിലാണോ? ഇപ്പോൾ AP അനിൽകുമാറാണ് അവിടെ ഈ എതിർപ്പുമായിട്ട് വന്നത് എന്നാണല്ലോ, അത് ആരും നിഷേധിച്ചിട്ടുമില്ല. എന്തിനാണ് അത്തരമൊരു എതിർപ്പ് വരുന്നത് ഈ പാർട്ടിയുടെ ഈ ഒരു സന്നിഗ്ധ ഘട്ടത്തിൽ? ഇത് സർവേ ഒന്നുമല്ലല്ലോ, സർവേ ഒന്നും നടത്തിയിട്ടില്ല, അത് ഏകദേശം ബോധ്യമായി കഴിഞ്ഞല്ലോ. ഇത് സർവേ നടത്തിയിട്ടൊന്നുമില്ല. അല്ല, അതിന്റെ കാരണം വളരെ സിമ്പിളാണ്. ഈ സതീശൻ ആരെയും കൂടെ കൂട്ടുന്നില്ല. അദ്ദേഹം സ്വയം വ്യക്തിപരമായിട്ടും സ്വയം അദ്ദേഹത്തിന് തോന്നുന്ന രീതിയിൽ പല തീരുമാനങ്ങളും എടുക്കുന്നു, അടിച്ചേൽപ്പിക്കുന്നു. അത് അദ്ദേഹത്തിന്റെ മാത്രം ഒരു കൺസൾട്ടേഷൻ ഇല്ലാത്ത രീതിയിൽ, തീരെ ജനാധിപത്യ രീതിയിലല്ലാതെ അത് അദ്ദേഹം ചെയ്യുന്നു. അദ്ദേഹം നല്ല കഴിവുള്ള ആളായിരിക്കും, നല്ല പ്രാപ്തിയുള്ള ആളായിരിക്കും. പക്ഷെ അപ്പോഴും ഒരു പാർട്ടി എന്ന് പറയുമ്പോൾ ഇതുപോലെ പിണറായി വിജയന്റെ പോലെ ഒരാൾ പറയുന്നത് കേട്ട് ബാക്കി എല്ലാവരും അടിമകളെ പോലെ നിൽക്കുന്ന ഒരു പാർട്ടിയുടെ ഒരു സെറ്റപ്പ് അല്ലല്ലോ കോൺഗ്രസ്. അപ്പൊ അവിടെ കോൺഗ്രസിലെ അതിപ്പോ ഏത് വലിയ തലമുതിർന്ന നേതാവാണെങ്കിലും കൺസൾട്ടേഷൻസ് വളരെ പ്രധാനമാണ്. സതീശന്റെ കൂടെ ഒരു ഗ്രൂപ്പ് പോലും വ്യക്തമായിട്ടില്ല. ഇപ്പൊ അദ്ദേഹത്തിന്റെ കൂടെ ഉള്ള ആൾക്കാർ ആരാണെന്ന് ചോദിച്ചാൽ ഈ രമേശ് ചെന്നിത്തലയുടെ കൂടെ ഉണ്ടായിരുന്നത് പോലെയോ അല്ലെങ്കിൽ ഉമ്മൻചാണ്ടിയുടെ കൂടെ ഉണ്ടായിരുന്നതിനെ പോലെയോ അല്ലെങ്കിൽ ഈവൻ ഇപ്പോൾ KC-യുടെ കൂടെയുള്ള ആൾക്കാരെ പോലെ അങ്ങനെ ഒരു സംഘം ആൾക്കാരില്ല. അപ്പോൾ അദ്ദേഹം ഒരു ലോൺ റേഞ്ചറായിട്ട് ഇങ്ങനെ തീരുമാനങ്ങൾ എടുക്കുന്നു, അത് അടിച്ചേൽപ്പിക്കുന്നു. അതിലൊരു പ്രശ്നമുണ്ട്. അത് ബാക്കി ആരൊക്കെ ഇതിന് ഇപ്പൊ അനിൽകുമാർ ആണെങ്കിലും മറ്റാരാ ഇതിൽ ചോദ്യം ചെയ്യുകയാണെങ്കിലും അത് നമുക്ക് മനസ്സിലാക്കാം. പക്ഷെ അതിന്റെ എല്ലാം പ്രധാനപ്പെട്ട കാരണം ഈ കോൺഗ്രസിൽ ഒരു കൂടിയാലോചനകളോ ഒരു മീറ്റിങ്ങുകളോ ഒരു KPCC എക്സിക്യൂട്ടീവോ ഇപ്പൊ പൊളിറ്റിക്കൽ അഫയേഴ്സ് കമ്മിറ്റി എന്ന് പറയുന്ന ഭരണഘടനയിലില്ലാത്ത സംവിധാനമാണെങ്കിലോ ഇതൊന്നും കൂടുന്നില്ല. ഇവരാരും തമ്മിൽ കാണുന്നില്ല. ആകെ കാണുന്നത് എപ്പോഴാണ്? ഒന്നെങ്കിൽ ഇവിടെ നിയമസഭാ സമ്മേളനം വരുമ്പോൾ തിരുവനന്തപുരത്ത് വെച്ച് കുറച്ചുപേരൊക്കെ കൂടി കാണും, അല്ലെങ്കിൽ ഈ പാർട്ടിയുടെ എന്തെങ്കിലും പരിപാടിയിൽ വെച്ച് കാണും, അല്ലെങ്കിൽ ഡൽഹിയിൽ വെച്ച് കാണും. ഇതല്ലാതെ ഈ പാർട്ടിക്ക് ഒരു ചർച്ച പാർട്ടിക്കുള്ളിൽ